ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സാധാരണ ഈ ഫുട്ബോളിൻ്റെ പുതിയ അപ്ഡേഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോ കിടക്കാം. എനിക്കൊന്നും വലിയതായി വേണ്ട. നമ്മൾ ഫസ്റ്റ് അപ്ഡേഷൻ മൈ ലീഗിൽ പുതിയ കട്ട് സീൻസ് വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചത് മൈ ലീഗിൽ ക്രൂഷ്യൽ മാച്ചിനും പിന്നെ അവിടെ ഫസ്റ്റ് മാച്ചിനാണ്. ഞാൻ ഫസ്റ്റ് മാച്ച് കിട്ടാൻ വേണ്ടി ഒന്ന് റീസെറ്റ് ചെയ്ത് ഗൈസ്. സോ നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. And now, lining up for Barcelona, number 12, നമ്മുടെ പ്ലേയേഴ്സിൻ്റെ പേരൊക്കെ number 3, കമൻട്രി ഓഫ് De Ligt. സോ ദിസ് ഇസ് കട്ട് സീൻസ്. ഇത് പല വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ട്. കളികളൊക്കെ നല്ല വൈറലാണ് ഈ കട്ട് സീൻ. അത് കഴിഞ്ഞിട്ട് പെനാൽറ്റി കട്ട് സീൻ ഉണ്ട്, അത് ആരും കാണിച്ചിട്ടില്ല. ചിലപ്പോൾ യൂട്യൂബിൽ തന്നെ ഫസ്റ്റ് ഞാനായിരിക്കും കാണിക്കുന്നത്, അറിയില്ല. സോ നമുക്കത് കാണിക്കാം. അത് വേഴ്സസ് AI ആണ്. ഫസ്റ്റ് വേഴ്സസ് AIയിൽ പെനാൽറ്റി ഷൂട്ട് ഔട്ട് ആകുമ്പോഴും പിന്നെ വേഴ്സസ് പ്ലെയർ ബൈ പ്ലെയർ PvPയിൽ പെനാൽറ്റി ഷൂട്ട് ഔട്ട് ആകുമ്പോഴുള്ള കാഴ്ചയാണ് കാണുന്നത്. സോ അത് ഇതൊന്ന് കഴിയട്ടെ ഗൈസ്. സോ നമുക്കിനി പെനാൽറ്റിയിലോട്ട് കിടക്കാം. ട്രയൽ മാച്ചിലാണ്. ഇത് ട്രയൽ മാച്ചിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ എല്ലാത്തിലും പറ്റും ഗൈസ്. ഇവൻ മാച്ചിൽ, ട്രയൽ മാച്ചിൽ ഏതൊക്കെ ഉണ്ട്. ഇതാണ് കട്ട്സീന്. ഇത് പ്ലെയർ ബൈ AI ആണ്. സോ ഗൈസ്, സോ ഇതാണ്. ഇനി അധികം കട്ട്സീനൊന്നുമില്ല. പിന്നെ ഗോൾ അടിച്ച ഒരു സെലിബ്രേഷൻ കൂടി ഉള്ളൂ. സോ ഇത്രയേ ഉള്ളൂ. ഇനിയുള്ളത് ഈ കാണുന്ന ഇപ്പോൾ കാണിച്ചു തരാം. ഈ ഒരു വിന്നിംഗ് സെലിബ്രേഷൻ കൂടി ഉള്ളൂ. അത് വലിയ ചേഞ്ച് ഒന്നും. സോ നമ്മുടെ പ്ലെയർ എന്തൊക്കെ ചേഞ്ചസ് ഉള്ളത് നോക്കാം ഗൈസ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ സെക്കൻഡ് അക്കൗണ്ട് മെയിൻ അക്കൗണ്ടുമാണ്. സെക്കൻഡ് അക്കൗണ്ട് ബാഴ്സലോണ, മെയിൻ അക്കൗണ്ട് കേരള ബ്ലാസ്റ്റേഴ്സാണ് ഞാൻ ആക്കിയിട്ടുള്ളത്. കേരളം ഒറിജിനൽ കേരളം എന്നല്ല കേസ്, രണ്ടും ഞാൻ തന്നെ കൺട്രോൾ ചെയ്യണേ. അപ്പോൾ പെനാൽറ്റി ജയം വിജയം നമ്മൾ നോക്കുന്നത്, നമ്മൾ ജസ്റ്റ് കട്ട് സീൻസ് മാത്രമേ നോക്കുന്നുള്ളൂ. നിങ്ങൾ കാണുക കേസ്. ഇതേ ഒരു മാച്ച് തുടങ്ങുന്ന പോലെ തന്നെ കട്ട് സീൻസ് തുടങ്ങുന്നത് കേസ്. ഇതേ മെസ്സി വരുന്നു. സോ ഇതേ കോട്ടുക. സോ മെസ്സി breaking the penalty. Messi can do it. സോ ഫസ്റ്റ് ഇത് സേവ് ചെയ്യുമ്പോഴല്ല കാണിക്കുന്ന വിഷമത്തോടെ പോകും. ഇനി നെക്സ്റ്റ് നമുക്ക് അതായത് ഓപ്പോണൻറ്റ് ഗോൾ അടിക്കുമ്പോൾ അഥവാ സെലിബ്രേഷൻ, അതായത് ഗോൾ അടിക്കുമ്പോഴുള്ള സെലിബ്രേഷൻ. ഓപ്പോണൻ്റ് ഒന്നും വേണ്ട, ഞാൻ തന്നെയാണ് ഗൈസ്. ഞാൻ കാണിച്ചു തരാം. അയ്യോ വിളിക്കല്ല, അപ്പുറത്തേക്ക് ചാടാം, എന്നാലേ ഗോളാവും ഗൈസ്. സോ ഗൈസ്, ഇതാണ് ഗോൾ സെലിബ്രേഷൻ. വലിയ ചേഞ്ച് ഒന്നും. ചില സമയത്ത് സെലിബ്രേഷൻ മാറുന്നുണ്ട് ഗൈസ്, ചില ചേഞ്ചസ്. നമുക്ക് നെക്സ്റ്റ് ക്രൂഷ്യൽ പെനാൽറ്റിക്കുള്ള ചേഞ്ച് ആളില്ലത്. നമുക്ക് അവിടേക്ക് ഒന്ന് പോകാം ഗൈസ്. സോ ഇത് അവസാന ക്രൂഷ്യൽ പെനാൽറ്റിയാണ് ഗൈസ്. സോ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഡിഫറൻസ് ഉണ്ട്. So Theo Hernandez taking the penalty, but he can do it. He do it that. So നമ്മുടെ മറ്റേ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. സോ നമുക്ക് ഇതിനെ സേവ് ആക്കാം. ഇറ്റ്സ് ഗുഡ്. നമ്മളതിൽ ഡിഫറൻസ് ഒന്നുമില്ല, വിന്നേഴ്സിൻ്റെ ഡിഫറൻസ് ഇല്ല. മറ്റുള്ളതിൽ വിഷമിച്ച് നിൽക്കുന്ന അവരുടെ പ്ലേയേഴ്സിനെ കാണിക്കും, അത് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ അതൊന്നുമില്ല. സോ നമുക്ക് നേരെ നെക്സ്റ്റ് അപ്ഡേഷനിലേക്ക് കിടക്കാം. നെക്സ്റ്റ്
ബാക്കിയുള്ള 2 പാക്ക് സീക്കോൻ്റെ മെസ്സിൻ്റെയാണ്. മെസ്സിൻ്റെ നമ്മൾ ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കുമ്പോൾ ഒബ്ജക്റ്റീവിൽ പുതിയ സാധനം കൊടുക്കുന്നുണ്ട്, അവതാരം. ഇത്രയും നാളെ കൊടുത്തിരുന്നില്ല. ഇത്രയും നാൾ ഡീഫോൾട്ടായിട്ട് ഉണ്ടായിരുന്ന അവതാസേ ഉണ്ടായിരുന്നുള്ളൂ, എക്സ്ട്രാ ഒന്നും കൊടുത്തില്ല. ഇപ്പോൾ ഈ ബ്ലൂ ലോക്ക് ഇവൻറ്റിൻ്റെ ഭാഗമായി. ബ്ലൂ ലോക്ക് ഇവൻ്റ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ജാപ്പനീസിലൊരു ആനിമയുണ്ട് ഈ ഫുട്ബോളിനെ ബേസ് ചെയ്ത്, അതാണിത്. നമ്മളിവിടെ വന്നിട്ടാണ് ചേഞ്ച് ചെയ്യാതെ. ഇവിടെ ഇപ്പോൾ പ്ലേയേഴ്സിൻ്റെ ഡിഫോൾട്ട് ഉണ്ട്, അതിൻ്റെ ഒപ്പം ഇപ്പോൾ ആനിമേൻ്റെ വന്നിട്ടുണ്ട്. സോ നമുക്ക് പഴയ പോലെ പുയോളാക്കാം. പുയോള് ശരിയല്ല, പുയോളൊക്കെ. പിന്നെ അതേപോലെ ബാക്ക്ഗ്രൗണ്ടും വന്നിട്ടുണ്ട് 4 എണ്ണം. അവർക്കൊപ്പം കിട്ടും. ഞാൻ ഇപ്പോൾ ക്ലെയിം ചെയ്തതാണ് ആ 4 എണ്ണം. ഈ ക്ലെയിം ചെയ്യാൻ അവിടെ കിടക്കുന്നുണ്ടോ, എനിക്കൊപ്പം ബാക്ക്ഗ്രൗണ്ടും കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. സോ ഇവിടെ ഇത്രയേ ഉള്ളൂ. നമുക്ക് പുതിയ ബൂസ്റ്റർ പ്ലേയേഴ്സിനെ ഒരെപ്പിക്കും ബാക്കി മൊത്തം ഹൈലൈറ്റ്സ് ആണെന്ന് തോന്നുന്നു. ബാക്കി മൊത്തം ഹൈലൈറ്റ്സ് തന്നെയാണ്. കെയിനും അതൊക്കെ ഹൈലൈറ്റ്സ് തന്നെയാണ്. സോ നമുക്ക് അതൊന്ന് കാണിച്ചു തരാം എത്ര പ്ലേയേഴ്സിനെ ഇപ്പോൾ കിട്ടും. ഒന്നത്തെ ഗർണാച്ചോനെയാണ് കിട്ടിയത്, പിന്നെ ഒന്ന് കിമിച്ചിനെ കിട്ടി, പിന്നെ കെയിനെ കിട്ടി, പിന്നെ ബ്രൂണോനെ കിട്ടി, പിന്നെ ഇൻസൈനെ കിട്ടി, പിന്നെ കുബോനെ കിട്ടി. കുബോന് ഇൻസൈന് ലോഗിൻ റിവാർഡായി കിട്ടുന്നു. ബാക്കി ഉള്ളതൊക്കെ സ്പിന്നിലാണ് കിട്ടിയത്. പിന്നെ കയറുമ്പോൾ തന്നെ ഈ യൂറോപ്യൻ പാക്ക് സ്പിന്ന് ഉണ്ടാവും ഗൈസ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ സ്പിന്ന് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. പിന്നെ അതുപോലെ തന്നെ ബ്രൂണോനെ ആ ആനിമിൻ്റെ സ്പിന്ന് ഉണ്ടാവും ഗൈസ്. സോ ഇതാണ് ഇപ്പോഴത്തെ പ്ലെയർ ഓഫ് ദി വീക്ക്. ഒരു 101 റേറ്റ് പോകണ മുസിയാലുണ്ട്, 100 റേറ്റ് 99 റേറ്റ് പോകണ ലെവൻഡോസ്കിൻ്റെ. ഇവിടെ 101 റേറ്റ് പോകണ എംബാപ്പ ഉണ്ട്, 100 റേറ്റ് പോകണ ഡിലൈറ്റ് ഉണ്ട്, 100 റേറ്റ് പോകണ കെയിൻ ഉണ്ട് ഇവിടെ. സോ മറ്റേ കെയിനിലെങ്കിൽ ഈ കെയിൻ ഉണ്ട്. പിന്നെ ഇവിടെ പുതിയ നോമിനേറ്റിംഗ് കോൺട്രാക്ട് വന്നിട്ടുണ്ട്, ക്ലാസിക് 10 പ്ലേയേഴ്സ് എന്നാണ്. അതിൽ ഒഡേഗാർഡ് ഉണ്ട്, ഡിബാല ഉണ്ട്, നൈക്ക് ഗുണ്ടോഗനുണ്ട്. അങ്ങനെ കുറച്ച് അതാണ് 5 സ്റ്റാർ പ്ലേയേഴ്സ് അത്രയേ ഉള്ളൂ. ബാക്കി 4 സ്റ്റാറാണ്. ബാക്കി ഇവിടെ ഒന്നും ചേഞ്ചസ് ഇല്ല. നമുക്കിത് ജസ്റ്റ് ഞാൻ ഈ ഇവൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. സോ ഇവിടെ 50 പോയിൻറ്റ്സ് വെച്ച് കിട്ടുന്ന 2 ഇവൻറ്റ്സ് വന്നിട്ടുണ്ട്. അൺലിമിറ്റഡ് നാഷണൽ തീംഡ് ഇവൻറ്റ്, നാഷണൽ ടീം തീംഡ് ഇവൻറ്റ്. അൺലിമിറ്റഡ് എന്ന് വെച്ചാൽ നമ്മൾ മെയിൻ സ്ക്വാഡ് വെച്ച് തന്നെ കളിക്കും. പിന്നെ ഇവിടെ മാർച്ച് 21-നാണ് ഇപ്പോൾ ഇത്രയും സംഭവങ്ങൾ കിട്ടി. ഇനി 28-ന് ഒരു ബ്ലൂ ലോക്കിൻ്റെ സ്പിന്നും ഉണ്ടാവും, പിന്നെ 3 ബാക്ക്ഗ്രൗണ്ടും ഉണ്ടാവും ഗൈസ്. സോ പിന്നെ ഒരു ജേഴ്സിയും ഫ്രീ ആയി കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ബ്ലൂ ലോക്കിൻ്റെ ഇവൻറ്റ്സിൽ പെട്ട മെയിൻ സംഭവങ്ങൾ. സോ നമുക്ക് പുതിയൊരു സാധനം വന്നിട്ടുണ്ടല്ലോ, പൊസിഷൻ അപ്ഗ്രേഡ് അല്ല, പൊസിഷൻ ബൂസ്റ്ററോ അങ്ങനെ എന്തോ ഒരു സംഭവം വന്നിട്ടുണ്ടല്ലോ. ഞാൻ ജസ്റ്റ് അതിനെക്കുറിച്ചൊന്ന് കാണിച്ചു തരാം. സോ അതും കൂടി കാണിച്ചത് നമുക്ക് വീഡിയോ നിർത്താം ഗൈസ്. അത്യാവശ്യം ലെങ്ത് ആയി. ഒരു അപ്ഡേഷൻ്റെ വീഡിയോ 12-13 മിനിറ്റോളം ഉണ്ട്. ഇതേ പൊസിഷൻ ബൂസ്റ്റർ അല്ല, പൊസിഷൻ ട്രെയിനിങ് ആണ്. കീപ്പറിന് പറ്റില്ല, അങ്ങനെ ചിലവർക്ക് പറ്റില്ല ഗൈസ്. അതുപോലെ തന്നെ കീപ്പറിന് പറ്റില്ല. പിന്നെ അതുപോലെ ഓൾറെഡി എല്ലാ പൊസിഷനും അൺലോക്ക് ആയവർക്കും പറ്റില്ല ഗൈസ്. സോ പൊസിഷന് ചാൻസ് ഉള്ളവർക്കേ പറ്റൂ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഗൈസ്. അത് ലോഗിന് റിവാർഡ്സിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട് ഗൈസ്. ഡെയിലി 7 ദിവസം ഉള്ളൂ എന്ന് തോന്നുന്നു കിട്ടുന്നത്. സോ ഞാൻ ക്ലെയിം ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ലോഡിങ് ആണ്. ഓക്കെ പ്ലെയേഴ്സ് പോവാം. നമുക്ക് പിന്നെ അതുപോലെ തന്നെ പറ്റാതെ പ്ലെയർ ഓഫ് ദി വീക്കുള്ള ഇതിൽ പറ്റൂല ഗൈസ്. അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. പ്ലെയർ ഓഫ് ദി വീക്ക് പറ്റൂല. ഇപ്പോൾ ഞാൻ സെലൻ്റെ അടുത്ത് കാണിച്ചു തരാം ഗൈസ്. ജസ്റ്റ് ലുക്ക് ദിസ് പറ്റില്ല. സോ നമുക്ക് പ്ലെയർ ഓഫ് ദി വീക്ക് അല്ലാത്തവരെ പറ്റും. ഞാൻ ജസ്റ്റ് നമുക്ക് എന്താ പറയാം, ആരാക്കണം, നെയ്മറിലാക്കാം ഗൈസ്. സോ ഹെവി ഗോ പൊസിഷൻ ട്രെയിനിങ് ആഡ് സ്ലോട്ട്. സോ നമുക്ക് എക്സ്ട്രാ കിട്ടിയിരിക്കുന്നത് റൈറ്റ് മിഡ്ഫീൽഡറാണ്. റൈറ്റ് മിഡ്ഫീൽഡർ ആയിക്കാണ്ട് ഇനി നെയ്മറിനെ കളിപ്പിക്കാം എനിക്ക് എൻ്റെ സ്ക്വാഡിൽ. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ടാറ്റാ, സീ യു ഗൈസ്. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.